MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന ഒരു പുതിയ അപ്ഡേറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ അപ്ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഇൻവൈറ്റ് ചെയ്യാറാണ് പതിവ്. അതേ രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് വാട്സപ്പിൽ നിങ്ങൾക്ക് പുതുതായി വന്ന അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല യൂസേജ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്രിമിനൽ കേസുകളും, അതായത് IT കേസുകളൊക്കെ തന്നെ വരുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പല രീതിയിലുള്ള ഫേക്ക് ന്യൂസുകളും സെൻഡ് ചെയ്താണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗ്രൂപ്പിലേക്ക് ആഡ് ആയാൽ മതി. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. കാരണം ഗ്രൂപ്പിൽ കയറി അതിനുശേഷം എക്സിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് അഡ്മിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ വന്ന അപ്ഡേറ്റിൽ ബീറ്റ വെർഷനിലാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലായി കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൈവസി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്, ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോബഡി എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആർക്കും തന്നെ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ ആഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതേപോലെ നിങ്ങൾ എവരിവൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണയുള്ള രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ മൈ കോൺടാക്റ്റ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ നോബഡി എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഡൺ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ വാട്സപ്പ് ബിസിനസ്സിൽ നിന്നും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ന്യൂ ഗ്രൂപ്പ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആ കോൺടാക്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഏതെങ്കിലും ഒരു നെയിം ആഡ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു കോൺടാക്റ്റിലേക്ക് ഒരു ഇൻവൈറ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇവിടെ ഇൻവൈറ്റ് ടു ഗ്രൂപ്പ് എന്ന് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിന്നും ഒരു മെസ്സേജ് ആ ഒരു കോൺടാക്റ്റിലേക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇൻവിറ്റേഷൻ ടു ജോയിൻ ടു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ഗ്രൂപ്പ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു മെസ്സേജിൻ്റെ കാലാവധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഈ മെസ്സേജിൻ്റെ കാലാവധി 3 days ആണ്. 3 daysനുള്ളിൽ നിങ്ങൾ ഇത് അക്സെപ്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ എക്സ്പയർ ആവുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ബീറ്റ വെർഷനിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ബീറ്റ വെർഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തന്നെ ഞാൻ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് വെക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ വാട്സപ്പും ബീറ്റ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.